ഒരു 7-8 വർഷം മുന്നേ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ കണ്ട വർഷമല്ല, ഇപ്പോൾ കല്യാണ ഡ്രസ്സിൽ കല്യാണ സാരിയിൽ ഒരു ബ്രൈഡ് ലുക്കിൽ റെഡി ആയിരിക്കുമ്പോൾ ഇറ്റ് വാസ് അമേസിങ്. ഒരു വേറൊരു മൂഡ്, വേറൊരു ഫീല്. അന്നൊട്ട് പ്രതീക്ഷിച്ചതിൽ ഇങ്ങനെയൊക്കെ ആവുന്നു, പക്ഷേ സംഭവം ഇറ്റ് റിയലി ഹാപ്പൻ. കുറേ ദിവസത്തെ കാത്തിരിപ്പാണ്. ആൻഡ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ പോവാണ്. നല്ല എക്സൈറ്റഡ് ആണ്, ടെൻഷൻ ഉണ്ട്, നോക്കാം എങ്ങനെ ആവുന്നു. ഒരു 7-8 years ആയിട്ട് ഒരു ഒരു ഫ്രണ്ട് എന്നതിലും ഉപരി ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ഗൈഡ് തരുന്ന ഒരാളായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ലൈഫ് ലോങ് അത് കൂടി ഉണ്ടാവും എന്ന് ആലോചിക്കുമ്പോൾ ഹാപ്പി. ആൻഡ് എപ്പോഴും എന്തെങ്കിലും മെൻറ്റ് ചെയ്യാനായിട്ടും ബെസ്റ്റ് ഫ്രണ്ട് ആയെന്നുപരി ഇനി ഒരു വൈഫ് എന്ന റോളിലേക്ക് മാറുമ്പോൾ ഐ വിൽ ബി ഹാപ്പി, ഷീ വിൽ ബി ദെയർ. എന്ത് തോന്നുന്നു? എക്സൈറ്റഡ്. ഇത്രയും നാൾ കാത്തിരുന്ന ദിവസം എത്തിയപ്പോൾ എന്ത് തോന്നുന്നു? നല്ല ഹാപ്പിയാ. പിന്നെ ആദ്യമായിട്ട് കണ്ടതും ഇപ്പോൾ ഒരു ഗ്രൂം വേഷത്തിൽ കാണുമ്പോഴും ഉള്ള വ്യത്യാസം. എൻ്റെ ഡ്രീം ലുക്ക്. മുഹൂർത്തം അടുക്കാനാകുമ്പോൾ ടെൻഷനുണ്ടോ? ചെറുതായിട്ടുണ്ട്, കുഴപ്പമില്ല. संगीत परिवाड़ियां बेस्ट फ्रेंड ന്റെ പേര് രാകേഷ്. അത് of course it is there. അപ്പൊ ആരാ ജയിച്ചേക്കണേ? ഞങ്ങളുടെ മാരേജിന് ശേഷം എനിക്ക് സാധാരണ ഒരു അളിയനെ കിട്ടുന്നതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അനിയനെയും കൂടി ആയിട്ടാണ്. കാരണം നമുക്ക് പല കാര്യങ്ങളിലും എനിക്ക് ചേട്ടനാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു അനിയൻ്റെ സാമീപ്യം ശരിക്കും നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ആ വീട്ടിലേക്ക് കല്യാണത്തിന് ശേഷം വന്നതിന് ശേഷമാണ്. അപ്പോൾ സെയിം തന്നെ ആൾക്കുണ്ടാകുന്ന തന്നെ എനിക്കും വളരെയധികം ഒരു ഇമോഷണൽ അറ്റാച്ച് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. മീൻസ് ഒരു ബ്രദർഹുഡ് എന്നുള്ള രീതിയിൽ. നല്ല രസമുണ്ട്. ഫസ്റ്റ് ജനിച്ചന്ന് കണ്ട ഒരു എക്സൈറ്റ്മെന്റ്, ഇമോഷണൽ. കുറേ കാര്യങ്ങളിലൊക്കെ എന്താ മെച്യൂർ ലെവലിൽ ചിന്തിച്ച് എനിക്കെന്താ വേണ്ടെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തരാറുണ്ട്. എപ്പോഴും ഞാനായിരിക്കും കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളത്. രാകേഷ് അടിപൊളിയാണ്, എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റാണ്. ആൻഡ് എന്നെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് അവൻ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ് അവൻ്റെ കൂടെ ജീവിക്കാൻ.
അപ്പോൾ ഇന്നത്തെ ഈ വലിയ ദിവസത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരുന്നതാണ്. ഫൈനലി ആ ഒരു ദിവസം എത്തി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഉണ്ണി ആൻഡ് വർഷ, ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ യു. ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ പറഞ്ഞപ്പോൾ ഈസി ആയിരുന്നു, ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കുറച്ച് ഈസി ആയിരുന്നു. ആൻഡ് ഇപ്പോൾ കല്യാണ ദിവസം രാവിലെയായി, കാത്തിരുന്ന് കുറേ നാൾ കാത്തിരുന്ന് ഒരു ടൈമർ വെച്ച് കൗണ്ട് ഡൗൺ വെച്ചിരുന്നിട്ട് ഇനി ജസ്റ്റ് ഹവേഴ്സ് അവേ, റിയലി വെയിറ്റിംഗ് വാട്ട് വിൽ ബി. ഞങ്ങളുടെ ഉണ്ണി എന്താ പറയണ്ടതെന്ന് തന്നെ അറിയില്ല, അത്രയ്ക്ക് സന്തോഷം ഉള്ള നിമിഷങ്ങളാണിത്. നല്ല എഡ്യൂക്കേഷൻ കിട്ടി, നല്ലൊരു ജോലിയും അവന് കിട്ടി, അവസാനം നല്ലൊരു വിവാഹവും വന്നു ചേർന്നു. അപ്പോൾ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് വർഷ ആൻഡ് രാകേഷ്. വർഷയിൽ നിന്ന് എന്താ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷ അവളുടെ ഫാമിലിയെ കെയർ ടേക്ക് ചെയ്യുന്ന രീതി, ലൈക്ക് അവളുടെ ഫാമിലി എല്ലാവരും അബ്രോഡാണ്. അപ്പോൾ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നതാണെങ്കിലും ബാക്കി എല്ലാവർക്കെല്ലാം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണെങ്കിലും അതെല്ലാം ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഫാമിലിയിലും അതേപോലെ തന്നെ അവൾ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയെല്ലാം ഒന്നിച്ചുണ്ടാവും, ഞാൻ അവളുടെ ഫാമിലി ഹെൽപ്പ് ചെയ്യുമ്പോൾ അവൾ എൻ്റെ ഫാമിലി ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് ഐ വിൽ ബി ഹാപ്പി ഷീൽ ബി ദേർ. ഫുൾ എനർജിയാണ് രാകേഷിൻ്റെ കല്യാണമായിട്ട്, ഫുൾ ഹാപ്പിയാണ്. എനിവേ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് രാകേഷ് ആൻഡ് വർഷ. I see how beautiful this life is, full of wonder and surprises. And if I'm lost, you're there to find me. When I forget it, you remind me how beautiful this life is. How beautiful this life is. How beautiful this life is. എനിക്ക് പിന്നെ ആദ്യം കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടമായിരുന്നില്ല, പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. ലവ് യു ടു. ക്രിഞ്ച